നമസ്കാരം, ഞാൻ മൃണാൾ. മുള്ളൻകൊല്ലിയിൽ ആൺകരുത്ത് വേലായുധനാണെങ്കിൽ മുള്ളൻ കല്ലിലെ പെൺകരുത്ത് അനീഷ് മായസ് അനിലാണ്. എന്നെ ഒന്നും കൊണ്ട് ചിന്തിക്കാൻ പോലും പറ്റൂല. ഒരു ബൾബ് മാറ്റിയിടാൻ കസേരയുടെ മുകളിൽ കയറി നിൽക്കുന്ന സമയത്ത് 2 തവണ ആലോചിക്കുന്ന ആളാണ് ഞാൻ. 14,800 അടിയോ? വിഷയത്തിലേക്ക് വരാം. ഇവിടെ അടിപൊളിയാണ്. പിന്നെ ഇടയ്ക്ക് വന്നിട്ട് ഇവിടെ നിന്ന് കഴിക്കാതെ പോയിട്ടുമുണ്ട്. 1:30-2 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഫുഡ് തീരും. അപ്പം ലേറ്റായി വന്നു കഴിഞ്ഞാൽ കിട്ടത്തില്ല, നേരത്തെ വന്നു കഴിഞ്ഞാൽ കിട്ടും. നേരത്തെ വന്നിട്ട് പോലും ഇത്രയും തിരക്ക്. വിളിച്ച് പറഞ്ഞിട്ടാണ് വന്നത്. വിളിച്ച് പറഞ്ഞിട്ട് വന്നാലേ ഇങ്ങനെയെങ്കിലും നിൽക്കാൻ പറ്റില്ല. ഇങ്ങനെ വന്നിട്ട് അങ്ങ് പോവാം. ഇവിടെ ബീഫും കപ്പ ഊണ്, ഉപ്പിലിട്ടൊരു നമ്മുടെ മുളക്, അത് സാധനം. നമ്മൾ ഈ ബീഫും സാധനങ്ങളൊന്നും വേറെ ഓർഡർ ചെയ്യണ്ട. ബീഫ് മീൽസ് പറഞ്ഞാൽ കപ്പയും കിട്ടും, ബീഫും കിട്ടും, നേരത്തെ പറഞ്ഞ ഉപ്പിലിട്ടതും കിട്ടും, എല്ലാം കിട്ടും. കപ്പയും ചോറും ബീഫും എല്ലാം ഭയങ്കര ചൂടാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ വരെ വരാൻ കുറേ ദൂരം പോലെ ഫീൽ ചെയ്യും. പക്ഷെ കിട്ടിയിട്ടാണ് റോഡാണ്. അപ്പോൾ രസമാണ് ഒരു ഡ്രൈവും. എന്നിട്ട് റോഡ് സൂപ്പർ ഗുഡ്. ഈ പ്രദേശത്ത് ഇതുപോലുള്ള 3-4 കടകളുണ്ട്. എല്ലായിടത്തും പോകാൻ പറ്റണേ. 2 കടകളിൽ പോയിട്ട് അത് 2ഉം പൂട്ടിക്കിടക്കുമായിരുന്നു. ഒരു ചേട്ടൻ പറഞ്ഞതെന്ന് വെച്ചാൽ അനിച്ചേട്ടൻ പറഞ്ഞത് ഇന്ന് നാടൻ കോഴി കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ പൂട്ടിയെന്നാണ്. അങ്ങനത്തെ കുറേ ആൾക്കാരുണ്ട്. നല്ല സാധനം കിട്ടിയില്ലെങ്കിൽ കട തുറക്കില്ല. കച്ചവടം എന്തും ചെയ്യുന്ന ആൾക്കാരുടെ ഇടയിൽ ഇങ്ങനത്തെയൊക്കെ ആൾക്കാർ. വേണം ബീഫ് എടുത്തേ, മൊത്തത്തിൽ എടുത്തോ, എന്തൊരു ചിക്കൻ എടുത്തോ. മാങ്ങ അച്ചാറുണ്ടല്ലോ, അവനൊരു ചെറിയ തോതിൽ സംഭവമാണ്. ഈ കപ്പയും മുളക് ഇങ്ങനെ ഒട്ടച്ച് ചേർത്തിട്ട് ഇത്ര പേരെ പുറത്ത് വെയിറ്റ് ചെയ്യണമെന്നറിയാം. നമ്മളിവിടുന്ന് പെട്ടെന്ന് കഴിച്ച് എഴുന്നേറ്റിട്ട് വേണം അവർക്ക് കഴിക്കാം. അവിടെ ഇത്തിരി കൂടെ അച്ചാർ പറ്റുമെങ്കിൽ തരാൻ പറയും. ഈ മുളകേ നല്ല എരിവാണ്, വല്ലാത്തൊരു ടേസ്റ്റ്. ഇത്തിരി പിക്കിള അടുത്ത കാലത്തൊന്നും ഇത്ര എരിവുള്ളൊരു ഭക്ഷണം ഞാൻ കഴിച്ചിട്ടില്ല. പക്ഷേ ഗംഭീരം. മതി, ബീഫ് കഴിച്ചു. ഇപ്പോൾ സാറെന്ന് വിളിച്ചപ്പോൾ എന്നെയൊന്നും എനിക്ക് പിടിയിട്ടില്ലായിരുന്നു. മാങ്ങാക്കാലം കഴിയുമ്പോൾ അച്ചാറിൻ്റെ സ്വഭാവം മാറാൻ തുടങ്ങും. ഈ പച്ചമാങ്ങ കിട്ടുമ്പോൾ ആ സമയത്താണല്ലോ അച്ചാറില്ല. ടേസ്റ്റ് ഇങ്ങനെ കൂടി വരും. അപ്പം ഒരു പോയിന്റിൽ ആ ടേസ്റ്റിൻ്റെ ഈക്കലും ഉണ്ടാവും, മാങ്ങയുടെ ക്രിസ്മസ് പോയിട്ടും ഉണ്ടാവും. ആ സിറ്റുവേഷനാണ് അച്ചാറും. ചിക്കൻ എന്തൊരു ചൂടാ, നാവിലെരിവ്, പുറത്ത് നല്ല ചൂട്, ചോറിനും ഒക്കെ നല്ല ചൂട്. കോഴിയുടെ കഴുത്തിൻ്റെ പീസ.